ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു കലക്കനൊരു ചിക്കൻ ലിവർ റോസ്റ്റാണ് കേട്ടോ. അതും നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ലിവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോൻ്റെ അടുത്ത് ലിവറും ഉണ്ട്, അതുപോലെ മാങ്ങ. നമ്മുടെ തൃശ്ശൂരൊക്കെ ഇതിനെ മാങ്ങുന്ന കേട്ടോ പറയാം. ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും ചിക്കൻ പാർട്സ്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. സോ നമുക്ക് റെസിപ്പി നോക്കാം. ഇത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നാടൻ റെസിപ്പി ചെയ്യുമ്പോൾ എപ്പോഴും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ചെറിയുള്ളി, ഇവിടെ ഞാനൊരു 2-2.5 കപ്പിൻ്റെ അടുത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നൈസായിട്ട് അരിയൊന്നും വേണ്ട. ഒരു വലിയ ടൈപ്പ് ഉള്ളിയാണെങ്കിൽ ഒരു 3 പീസസായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്താൽ മതി. ഉള്ളി തൊലി കളയാന്ന് പറഞ്ഞത് ഒരു വലിയൊരു ടാസ്ക്കാണ്, പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നാടൻ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഉള്ളി അവിടെ വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇഞ്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു കൈപ്പിടി നിറച്ച് വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാനെപ്പോഴും കൂടുതലും നാടൻ റെസിപ്പിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാറാണ് ചെയ്യാറ്. പേസ്റ്റ് ചേർത്ത് കൊടുക്കാറില്ല. എനിക്ക് കുറച്ചും കൂടെ ഫ്ലേവർ തോന്നാറ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരുപാട് സ്പൈസി ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒഴിവാക്കാണ് കേട്ടോ ഈ റെസിപ്പിയിൽ. അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറണം. ചെറുള്ളിയൊന്നും ഒരുപാട് ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം കൺസ്യൂമർ ആയിട്ടുള്ളൊരു റെസിപ്പി അല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി, കളറിന് വേണ്ടി മാത്രം. സ്പൈസി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. എപ്പോഴും ലിവർ ചെയ്യുമ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നതായിരിക്കും അതിനൊരു ടേസ്റ്റ് കൂടുതൽ കൊടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ലിവർ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ലിവറിൻ്റെയും മാങ്ങിൻ്റെ ഒക്കെ എല്ലാ സൈഡിലേക്കും മസാല എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും നന്നായി മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് ടൈം മാരിനേറ്റ് ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. മീറ്റൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ മീറ്റൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അത് നമുക്ക് എന്തായാലും ഇത് വെവാനുള്ള വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കുക്കാവുന്ന വരെ മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ പാർട്സ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുമുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോണേ. നല്ല പുളിയുള്ള തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. പിന്നെ ഇത് നമ്മൾ ഡ്രൈ ആയി എടുക്കുന്നതിനനുസരിച്ചിട്ട് തക്കാളി നന്നായി ഉടഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തക്കാളി ഒന്ന് സോഫ്റ്റായി കുക്കായി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കുരുമുളക് ചതച്ചെടുക്കാം. ഇതാണ് കേട്ടോ ഈ ലിവറിൻ്റെ റോസ്റ്റിന് ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പച്ചക്കുരുമുളക് നന്നായി കിട്ടുന്ന സമയമാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. മാക്സിമം ഈ സമയത്താണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യാറ് പച്ചക്കുരുമുളക് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഫ്രീസറിലോ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ.
ഞാനിവിടെ 3 പച്ചക്കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം ചതച്ചെടുത്താൽ മതി, അല്ലാതെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാൻ നിൽക്കണ്ട. ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. ഓൾറെഡി നമ്മൾ ചേർത്ത തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ പച്ചക്കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ എരിവ് കുറവാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം. എരിവ്, പുളി ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ ആയി വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. നമ്മളിതിൽ ആകെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുഴുവൻ മല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് റോസ്റ്റായി വരുമ്പോൾ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു ടീസ്പൂൺ പെരുംജീരകം ഉണ്ടാവും. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. മല്ലിപ്പൊടിയുടെ കുത്ത് ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം റോസ്റ്റ് ചെയ്ത് വെക്കുക. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതും ഞാൻ കല്ലിൽ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മിക്സിയിലായാലും ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഗ്രൈൻഡ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ ഫ്ലേവർ ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് ഡ്രൈ ആയി വരുന്ന നമ്മുടെ ലിവർ റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു 2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായി മിക്സ് ചെയ്ത് വന്ന് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയി വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പൊടിയുടെ ഫ്ലേവർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കണ സമയത്ത് നമുക്ക് ആ മല്ലിയുടെ ആ ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പൊടിച്ച് വെച്ചത് ബാക്കി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഈ 1 കിലോ ലിവറിലേക്ക് കറക്റ്റായിരുന്നു ഞാനെടുത്ത ആ ഒരു മെഷർമെൻറ്റ്. ഇനി ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇത് എത്രയ്ക്ക് ഡ്രൈ ആക്കി എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. ഗസ്റ്റിന് വേണ്ടിയുള്ള മീൽസിൽ നമ്മളിത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തലേദിവസം നമുക്കിത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ല അടിപൊളിയായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ. മീൻസ് ലിവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ ഉള്ള ടൈമിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് എക്സ്പെൻസീവും അല്ല, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. പൊറോട്ടയുടെ കൂടെയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഉണക്കമീൻ വെച്ചിട്ടുള്ള റെസിപ്പി അതും അടിപൊളിയാണ് കേട്ടോ. റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.